കേരളം ഈ ദുരന്തം അരനൂറ്റാണ്ടിനുള്ളിൽ നേരിടേണ്ടി വന്നേക്കാം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ജോലി ചെയ്തിരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ കൂട്ടത്തോടെ കേരളം വിട്ടുപോയി. അവരിൽ ഭൂരിഭാഗം പേരും തിരികെ വന്നില്ല. ആയതിനാൽ ജോലിക്ക് ആളിനെ കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമെന്ന് നമ്മൾ പത്രങ്ങളിലും ടെലിവിഷനിലും ഓൺലൈൻ മീഡിയയിലുമെല്ലാം കണ്ടു, കേട്ടു, വായിച്ചു. അപ്പൊ കേരളത്തിലെ തൊഴിലാളികളെ കിട്ടാനില്ല. തൊഴിലാളികളെ കിട്ടാത്തതിനാൽ തൊഴിൽ മേഖലയിൽ സ്തംഭനം. അതാണ് ഇന്ന് 2026 മെയ് മാസത്തിന്റെ അവസാന ആഴ്ചയിൽ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയമായിട്ട് ചർച്ച വരുന്നു, മാധ്യമങ്ങളിൽ ചർച്ച വരുന്നു. 1000 രൂപയ്ക്ക് തൊഴിൽ ചെയ്തിരുന്ന തൊഴിലാളി 1500 മുതൽ 2000 രൂപ വരെ കൂലി ചോദിക്കുന്നു. 1200 രൂപയ്ക്ക് ജോലി ചെയ്തിരുന്ന മറ്റ് സംസ്ഥാനത്തുള്ള മേസ്തിരി 2000-ഉം അതിനു മുകളിലും രൂപ ആവശ്യപ്പെടുന്നു. അപ്പൊ ചിന്തിക്കുക, ഇങ്ങനെ പോയാൽ കേരളത്തിലെ തൊഴിൽ മേഖലയിലെ സ്തംഭനം, നമ്മുടെ ആൾക്കാരെല്ലാം ഇതുപോലെ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യാനായി ഇന്ത്യ വിടുകയും ചെയ്യുന്നു. ഇതാണ് കേരളം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഒരു സാമൂഹിക വിഷയം. ഞാൻ കഴിഞ്ഞ ആഴ്ച നേരിൽ കണ്ട, നമുക്കെല്ലാം അറിയാവുന്ന മറ്റൊരു വിഷയം, അത് നമുക്ക് ചർച്ച ചെയ്യാം. കേരളം വർഷങ്ങളായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ വളരെ ഏറെ വ്യാപകമായ ദുരന്തമുണ്ടാകുന്ന, വ്യാപകമായ സാമൂഹിക കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ ഒരു ഗുരുനാഥനെ കാണാനായി ഞാൻ കേരളത്തിലെ ഒരു നഗരത്തിൽ കഴിഞ്ഞ ആഴ്ച പോയി. അദ്ദേഹത്തിന് 95 വയസ്സുണ്ട്. വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മനുഷ്യന് അവസാന കാലഘട്ടത്തിൽ അങ്ങ് ചുരുങ്ങും എന്ന് പറയുമല്ലോ, വളരെയേറെ ചുരുങ്ങി ഒരു എല്ലും തൊലിയുമായി നമ്മുടെയൊക്കെ ഒരു ലാസ്റ്റ് ഫേസിൽ നാം മനുഷ്യരെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ, വാർദ്ധക്യ സഹജമായ അസുഖം 95-96 വയസ്സൊക്കെ ആകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ഒരു അവസ്ഥ. അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലെ പഴയകാല സ്മരണകളാണ് വളരെ നല്ലത്. അപ്പൊ അദ്ദേഹം താമസിക്കുന്ന സിറ്റിയിലെ ആ റെസിഡൻഷ്യൽ ഏരിയയിൽ 10-40 വീടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ എന്നോട് പറഞ്ഞത്, ഈ 40 വീടും ഒരു 20-25 വർഷത്തിനുള്ളിൽ വിൽക്കാൻ ഉള്ള ബോർഡ് കാണാം. ഇപ്പൊ തന്നെ പല വീടുകളും വിൽക്കാനായിട്ട് ഇട്ടിരിക്കുക. വാങ്ങിക്കാൻ ആളില്ല. വാങ്ങിക്കാൻ ആൾ വേണമെങ്കിൽ നാട്ടിൽ അടുത്ത തലമുറ വേണമല്ലോ. അടുത്ത തലമുറയെല്ലാം മറ്റുള്ള രാജ്യങ്ങളിൽ പോയിരിക്കുകയാണ്. അവരവിടെ സെറ്റിൽ ചെയ്യുന്നു. പിന്നീട് അവരിങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ ആ റെസിഡൻഷ്യൽ ഏരിയയിലെ 40ഓളം വീടുകളിൽ എല്ലാം 5-10 സെന്റിലുള്ള വീടുകളാണ്. ഈ 40 വീട്ടിൽ ഇപ്പോൾ തന്നെ ഒരു 10 വീട് വിൽക്കാനിട്ടിരിക്കുകയാണ്. എങ്ങനെ വിൽക്കാൻ വന്നൊരു സാഹചര്യം, ആ വീട്ടിലെ 1-2 കുട്ടികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ പുറത്താണ്, ഇന്ത്യ വിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ സെറ്റിൽഡ് ആണ്. പിന്നെ അവിടെ മാതാപിതാക്കൾ
താമസിച്ചിരുന്നു. അവർ മരണപ്പെട്ടു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മക്കളാരും നാട്ടിലില്ലാത്തതുകൊണ്ട് ഈ വീട് അടച്ചിട്ടിരിക്കുന്നു. വിദേശത്തിരുന്നുകൊണ്ട് അവർ ഈ വീട് വിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അന്ന് വലിയ വീടുകൾ വെച്ച് നല്ല തുക മുടക്കി വലിയ വീട് വെച്ചു. ഇന്നാർക്കും വലിയ വീടുകൾ വേണ്ട. മുടക്കിയതിന്റെ പൈസ പോലും കിട്ടാനില്ല. കാരണം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമല്ലേ, ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ വിലയുള്ളൂ. വീടുകൾ താമസിക്കാൻ ആളില്ലാതെ വരുമ്പോൾ വീടുകൾക്ക് വിലയില്ലാതെ വരുന്നു. നമുക്കറിയാം, നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൽ 10-35 വീട് വിൽക്കാനിട്ടിരിക്കുന്നു. വീടുകൾ വിൽക്കാനിട്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് കേരളത്തിലുള്ളതായിട്ട് നമ്മൾ വാർത്ത വായിച്ചു. ഇന്ന് കേരളത്തിന്റെ നമ്മൾ ഏത് ഭാഗത്തൂടെ പോയാലും വസ്തു വിൽക്കാനുണ്ട്, പ്ലോട്ടുകളായി വിൽക്കാനുണ്ട്, വീടുകൾ വിൽക്കാനുണ്ട്, ബോർഡുകൾ ധാരാളം കാണാം. ആളുകളില്ലാത്ത നിരവധി വീടുകൾ കാണാം. അപ്പം ഈ അവസ്ഥ തന്നെയാണ് അവിടെയും. ഈ വീട്ടില് ഒരു വീട്ടിലും എല്ലാ വീട്ടിലും ഇപ്പോൾ 1-2 പേര്, അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് എന്നാണ് ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഈ സാറിന്റെ മകൻ എന്നോട് പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാതാപിതാക്കളുടെ കാലശേഷം ഈ വീടുകളെല്ലാം ആരും താമസിക്കാനില്ലാതെ അനാഥമാകും. ആ സമയത്ത് ഈ വീട് കംപ്ലീറ്റ് അവിടുന്ന് വിൽക്കാനുള്ള ബോർഡ് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് മകൻ പറഞ്ഞത്. അതിന് തുടക്കമായി കഴിഞ്ഞു. ചില വീടുകൾ അവിടെ ബോർഡ് ഞാൻ കണ്ടു. ഫോർ സെയിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. വിദേശത്തുള്ള മക്കൾ നാട്ടിലുള്ള ആരെയോ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ വീട് വിൽക്കാൻ. ഒരു വീടിന്റെ വില അന്വേഷിച്ചപ്പോൾ 1,25,00,000 രൂപയാണ് ചോദിക്കുന്നത്. അതിൽ കൂടുതൽ അന്ന് മുടക്കി വെച്ച വീടാണ്. ഇതിപ്പം അതിന്റെ പകുതി വിലയ്ക്ക് പോലും വാങ്ങിക്കാൻ ആരുമില്ല. അത്രയും വലിയ വീട് ആർക്കും വേണ്ട. പിന്നെ ആർക്ക് താമസിക്കാനാണ്? ആ വീട്ടിനെ പറ്റി ചോദിച്ചപ്പോൾ ആ വീട്ടിലെ മക്കൾ 1-2 പേരുണ്ടായിരുന്നു. ആ 2 പേരും വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽഡ് ആണ്. അവരോ അവരുടെ മക്കളോ ഒരിക്കലും ഇനി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വീടുകളുടെ ഡിമാൻഡ് ഇല്ലാത്ത വീടുകളുടെ ശ്മശാന ഭൂമിയാകാൻ പോകുന്നു കേരളം. ചെർണോബിലിൽ നിന്ന് ദുരന്തമുണ്ടായതിനു ശേഷം അവിടെ ഇപ്പൊ താമസമില്ലല്ലോ. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മനുഷ്യനുമില്ലാത്ത ചെർണോബിൽ ഗ്രാമം. വേറെ പല സ്ഥലങ്ങളിലും ഇതുപോലെ മനുഷ്യൻ പലായനം ചെയ്ത ഗ്രാമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. 4, 5, 6 കിലോമീറ്റർ വീതിയിലും നീളത്തിലുമുള്ള ഏരിയയിൽ നിന്ന് ആൾക്കാർ പലായനം ചെയ്തു. ചിലയിടത്ത് വീടിന്റെ ഭാഗികമായ വീടുകൾ കാണാം. ഇതേ അവസ്ഥ നമ്മൾ ടെലിവിഷനിൽ കാണുന്ന ഇതേ അവസ്ഥ 25 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ വ്യാപകമായി കാണാൻ സാധിക്കും. ഇപ്പോൾ അത് വ്യാപകമല്ല. ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്താൽ, ശരിക്കും ഒന്ന് നോക്കിയാൽ കേരളത്തിലെ ഒരു പകുതിയിലേറെ വീടുകളിൽ വൃദ്ധരായ മാതാപിതാക്കളാണ് താമസിക്കുന്നത്. അവർക്ക് അവരുടെ കാലശേഷം ആ വീട് അനാഥമായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, അത് ആരെങ്കിലുമൊക്കെ വാങ്ങിക്കുമെന്ന്. ആര് വാങ്ങിക്കാനാണ്? എല്ലാ വീട്ടിൽ നിന്നും മക്കൾ വിദേശത്താണ്, അവരവിടെ സെറ്റിൽ ചെയ്യുകയാണ്. കേരളം അങ്ങനെ പോകുമ്പോൾ 25 വർഷത്തിനുള്ളിൽ കേരളം ചെർണോബിൽ ദുരന്തമുണ്ടായ ചെർണോബിൽ ഗ്രാമം പോലെ, ഉക്രൈനിൽ നമുക്കിപ്പോൾ കാണാവുന്ന ആ ഗ്രാമം, അല്ലെങ്കിൽ സഞ്ചാരത്തിൽ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര നമ്മളെ കാണിച്ചു തന്ന അനാഥമായ ഗ്രാമങ്ങൾ, താമസക്കാരില്ലാത്ത ധാരാളം ഗ്രാമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും. ഒന്നും വേണ്ട, നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കുക. നമ്മുടെ നാട്ടില് രണ്ടാം തലമുറ, അടുത്ത തലമുറയുള്ള കുട്ടികളുള്ള എത്ര ഭവനങ്ങൾ ഇപ്പോൾ ഉണ്ട്? കുട്ടികളുള്ള എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്ത എന്ന അർത്ഥമല്ല. താമസിക്കാൻ, മാതാപിതാക്കളുടെ കാലശേഷം ആ വീട്ടിൽ താമസിക്കാൻ മിക്കവാറുമുള്ള കുട്ടികളെല്ലാം വിദേശത്താണ്.
ചിലർ തിരിച്ചു വന്നേക്കാം. ഭൂരിഭാഗം പേരും പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയവർ അവർ തിരിച്ചു വരാനുള്ള ചാൻസ് കുറവാണ്. അതിന് പല പല കാരണങ്ങളാണ്. അതല്ല നമ്മുടെ വിഷയം. വൃദ്ധരുടെ നാടായി മാറുന്നു കേരളം. അത് നാമെല്ലാം വളരെ വ്യക്തമായി കണക്കുകൾ സഹിതം ബന്ധപ്പെട്ട അധികാരികൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. വൃദ്ധരുടെ നാടാകാൻ പോകുന്നു കേരളം. ഒപ്പം പാർക്കാൻ ആളുകളില്ലാത്ത വലിയ വീടുകളുടെ, അല്ലെങ്കിൽ വീടുകളുടെ, ചെറിയ വീടുമാകാം, വീടുകളുടെ ശ്മശാന ഭൂമിയാകാൻ പോകുന്നു കേരളം. ഒപ്പം ഇന്നലെ വരെ വലിയ ബിസിനസ് ബൂമായിരുന്ന ഈ ഭവന നിർമ്മാണ മേഖല, അല്ലെങ്കിൽ വസ്തു വ്യാപാരം, വസ്തുവിൻ്റെ കച്ചവടം സ്തംഭനത്തിലേക്ക് പോകുന്നു. അതിന് ആക്കം കൂട്ടാനായി തൊഴിലാളികളെ കൂടി ഇപ്പൊ കിട്ടാതായിരിക്കും. ഇത് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രണ്ടുപേരെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ വീട് വെക്കുക. കാരണം ഈ വീട് നിങ്ങളുടെ കാലശേഷം തന്നെത്താൻ ഇടിഞ്ഞ് പൊടിഞ്ഞ് തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളൊരു വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ലോസ് ഇരട്ടിക്കുന്നു. കൂടാതെ ഇതൊന്ന് വിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ വിൽപ്പന നടക്കത്തില്ല. നടക്കും, മുടക്കിയതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. 1.5 കോടിക്ക് വീട് വെച്ച് കഴിഞ്ഞാൽ 75 ലക്ഷം രൂപ പോലും ആരും പറയുന്നില്ല. എന്നാൽ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അവരുടെ ആവശ്യത്തിനുള്ള ഒരു വീട് വെച്ചാൽ ഇടത്തരക്കാരൊക്കെയാണ് ഭൂരിഭാഗം പേരും. ഒരു പക്ഷേ ആ വീട് വാങ്ങിക്കാൻ രണ്ടുപേർ മുന്നോട്ട് വന്നേക്കാം. പിന്നെ 2 നില വീട് വെക്കുന്നവർ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ 50 കഴിഞ്ഞ ആൾക്കാരോട് ചോദിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ മുകൾ നിലയിലേക്ക് കയറാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. ചിലർ ലിഫ്റ്റ് വെച്ച് തുടങ്ങി. ലിഫ്റ്റ് കമ്പനികൾ അതിൻ്റെ പ്രൊമോഷൻ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് യൂട്യൂബിൽ കാണാം, ഫേസ്ബുക്കിൽ കാണാം. വീടിനകത്ത് ചെറിയ ലിഫ്റ്റ് വെക്കുന്ന കമ്പനികളുടെ വളർച്ച, അവരുടെ പരസ്യം. 60 വയസ്സ് കഴിഞ്ഞവർ വീടിൻ്റെ മുകൾ നിലയിലേക്ക് കയറാൻ സാധിക്കാതെ മുട്ടിന് വേദന, കാലിന് വേദന, നടുകിന് വേദനയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അവിടെ കയറി പോകാൻ കുട്ടികളില്ല, കൊച്ചുമക്കളില്ല. നമ്മുടെ 1-ാം നിലകളെല്ലാം, ഗ്രൗണ്ട് ഫ്ലോർ ഒഴികെയുള്ള നിലകളിലെ മുറികളെല്ലാം അനാഥമായി കഴിഞ്ഞു. പലരും അത് തുറന്നു പറയുന്നില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കുക. എന്നോടൊപ്പം ഇപ്പോൾ പങ്കുചേരുന്ന വ്യക്തികളിൽ 60 വയസ്സ് കഴിഞ്ഞവർ സ്വയം ചിന്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മുകൾ നിലയിൽ, 2 നില വീടാണെങ്കിൽ മുകൾ നിലയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കയറാൻ പ്രയാസമുണ്ടോ? കയറാൻ സാധിക്കുന്നുണ്ടോ? ഒപ്പം ഒരു ചോദ്യം കൂടി, ഈ മുകൾ നിലയിലേക്ക് കയറി താമസിക്കാൻ നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടോ, കൊച്ചുമക്കളുണ്ടോ? 2 നില വെക്കുന്നവർ ശ്രദ്ധിക്കുക, വലിയ വീടുകൾ വെക്കുന്നവർ ശ്രദ്ധിക്കുക, ചെറിയ വീട് വെക്കുന്നവരും ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് വീട് വേണ്ടേ? വേണം. പക്ഷെ ഈ വീടിന് അവകാശികളില്ലാതായി പോകുന്ന, ഭാവിയിൽ അവകാശികളില്ലാതായി പോകുന്ന ഒരു ദുരന്തത്തിൻ്റെ ചിത്രമാണ് ഞാൻ ആശങ്കയോടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഞാൻ പോയ ആ പട്ടണത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അത് വലിയ പ്രസക്തമായ കാര്യമില്ല. എല്ലാ പട്ടണത്തിലും ഈ കാര്യം ഇങ്ങനെ തന്നെയൊക്കെയാണ്. ഞാൻ പോയ ആ നഗരത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിലെ 40 വീടുകൾക്ക് അടുത്ത 25 വർഷത്തിനുള്ളിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത്. ഈ 40 വീടും വളരെ കൃത്യമല്ല. ചിലപ്പോൾ 50 വീടുകളാകാം, ചിലപ്പോൾ 35 വീടുകളാകാം. ഈ 40 വീടുകളിലും ആരും ഇല്ലാതെ ആയിരിക്കണമെന്നില്ല. എങ്കിലും എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് മഹാഭൂരിഭാഗം വീടുകളിലും ആ വീടിൻ്റെ ഉടമസ്ഥരുടെ പിൻതലമുറക്കാർ ഇല്ല. വിൽപ്പനയ്ക്കുള്ള ബോർഡുകൾ ഇപ്പോഴേ ഉയർന്നു കഴിഞ്ഞു. എഴുത്തുകൾ അവിടെ നമുക്ക് കാണാം.
ഇത് സിറ്റികളിൽ മാത്രമല്ല, നമ്മുടെ കൊച്ചു കൊച്ചു പട്ടണങ്ങളിലും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും പടർന്നുകൊണ്ടിരിക്കുകയാണ്, വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ വസ്തുവിന് ഇപ്പൊ വിലയില്ല. വസ്തു ആർക്ക് വേണം? അതിൽ കൃഷി ഇവിടെ ഇല്ല, കൃഷി ചെയ്യാൻ ആളില്ല, മേശരിയില്ല, ആശാരിയില്ല, മൂശാരിയില്ല, ആരുമില്ല. കൃഷി ചെയ്യാൻ ആളില്ല. കൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ കേരളം വീടുകളുടെ ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ആ വീടുകളിൽ താമസിക്കാൻ ആളില്ലാതെ വന്നിരിക്കുന്നു. അനാഥമായി കിടക്കുന്ന വീടുകൾ വാങ്ങാൻ ആളില്ലാതെ വന്നിരിക്കുന്നു. 1 കോടി രൂപ മുടക്കി വീട് വെച്ചയാള് എങ്ങനെ 50 ലക്ഷം രൂപയ്ക്ക് ആ വീട് വിൽക്കാൻ അവർക്ക് മനസ്സ് വരും? അതിനും വാങ്ങാൻ ആളില്ലാതെ വന്നിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു 5 സെന്റ് 10 സെന്റ് വസ്തു വാങ്ങിച്ച് അവരുടെ ഇഷ്ടപ്രകാരം ഒരു ചെറിയ വീട് വെച്ച് ജീവിക്കുക എന്നുള്ളതാണ് പലരുടെയും മനസ്സിലെ ലക്ഷ്യം. പക്ഷെ ആ വീടുകളിലും അവരുടെ തലമുറ കഴിയുമ്പോൾ ആരും താമസിക്കാനില്ലാതെ അനാഥമായി പോകുന്ന ഒരവസ്ഥയാവുന്നല്ലോ എന്ന ഒരു ദുഃഖം, അത് ഒരു കുടുംബത്തിന്റെ അന്ത്യമാണ്. ആ വീടിന് അനന്തര അവകാശികൾ ഇല്ലാതായി പോകുന്നു. ആ വീട്ടുകാർക്ക് കുടുംബ ബന്ധങ്ങളിൽ അടുത്ത പിൻതലമുറക്കാരില്ലാതായി പോകുന്നു. അത് വളരെ വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു അവസ്ഥ. നിങ്ങളുടെ കുട്ടികളിൽ ഒരാളെയെങ്കിലും നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ താമസിക്കാൻ ഉള്ള പശ്ചാത്തലം ഒരുക്കുക. അത് ജോലി മുഖേനയായാലും ബിസിനസ് മുഖേനയായാലും ബോധവൽക്കരണത്തിലൂടെ ആയാലും. ഈ തലമുറയ്ക്ക് അതിനെപ്പറ്റിയൊന്നും ചിന്തയില്ല. അവർ വളർന്നു വന്ന ഗ്രാമം, അവർ വളർന്നു വന്ന സാമൂഹിക പശ്ചാത്തലം, അവർ ജനിച്ചു വളർന്ന അവരുടെ സംസ്ഥാനം, അവരുടെ സംസ്കാരം, അവരുടെ ബന്ധുമിത്രാദികൾ, അവരുടെ ചാർച്ചക്കാർ, അവരുടെ ഇടവക്കാർ, അങ്ങനെ യാതൊന്നുമായിട്ടും തലമുറയിൽ മഹാഭൂരിഭാഗത്തിനും വലിയ താല്പര്യമൊന്നുമില്ല. കുട്ടികൾ അവരിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുകയാണ്, ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആകെയുള്ള മാർഗം ബോധവൽക്കരണത്തിലൂടെ, മാതാപിതാക്കളുടെ നല്ല പ്ലാനിങ്ങിലൂടെ വീട്ടിലെ ആരെങ്കിലും ഒരു കുട്ടിയെ, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, 5 മക്കളുണ്ടെങ്കിലും 6 മക്കളുണ്ടെങ്കിലും 2 മക്കളുണ്ടെങ്കിലും ഒരു കുട്ടിയുള്ളെങ്കിലും ഒരാളെയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അനന്തര അവകാശിയായിട്ട് കാണാൻ പശ്ചാത്തലം ഒരുക്കുക. അല്ലെങ്കിൽ ഒരു ചെർണോബിൽ നമ്മുടെ കേരളത്തിലും അണുബോംബൊന്നും വീഴണ്ട, ഇത് വലിയൊരു അണുബോംബ് തന്നെയാണ്. ഒരു ചെർണോബിൽ ഗ്രാമങ്ങളാൽ കേരളം മാറ്റപ്പെടും. അതിന് ഒരു പക്ഷേ 1/2 നൂറ്റാണ്ട് മതിയാകും. ഞാനോ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ മഹാഭൂരിഭാഗമോ അന്ന് കാണണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ പങ്കുവെക്കുന്ന ഈ വിഷയം അന്ന് സത്യസന്ധമായി നിലനിൽക്കുമെന്നാണ് എൻ്റെയും നിങ്ങളുടെയും ആശങ്ക, എൻ്റെയും നിങ്ങളുടെയും ആശങ്ക, ഭയം. മറ്റൊരു വിഷയവുമായി ഉടനെ വരാം. നമസ്കാരം.